ഹരിയാനയ്ക്ക് നാളെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടുമെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബി.ജെ.പി. തുടർ ഭരണത്തിലേക്ക് കടക്കുമെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞിരുന്നു. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നു. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പ്രവചിക്കുന്നത്. എസ് നാഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നുമല്ല, കാരണം തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വിജയമാണ് എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം, അല്ലേ? ദേവിക, 90 മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ നാളെ ഫലം വരും. ജമ്മുകാശ്മീർ ഫലത്തോടൊപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെയാണ് പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 44 മുതൽ 61 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നും കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പിക്ക് ഏതാണ്ട് 18 മുതൽ 32 സീറ്റ് വരെയാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളല്ല, യഥാർത്ഥത്തിൽ ജനങ്ങളെയാണ് വിശ്വാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയത്. എക്സിറ്റ് പോൾ ഫലങ്ങളല്ല, മറിച്ച് യഥാർത്ഥ ഫലം വരുമ്പോൾ ബി.ജെ.പിക്ക് വൻ വിജയമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ തിരിച്ചടിയാണെങ്കിൽ കൂടിയും യഥാർത്ഥ ഫലം വരുമ്പോൾ അവസാനം EVM മെഷീനെ കോൺഗ്രസ് അടക്കമുള്ളവർ കുറ്റം പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളതും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു. 61 സീറ്റ് വരെ നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ രൂപീകരണം ഏത് രീതിയിലാകണം എന്നുള്ള ചർച്ചയിലേക്ക് ഇതിനോടകം തന്നെ നേതൃത്വം കടന്നു എന്നുള്ളതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും പുരോഗമിക്കുന്നത്. നിലവിൽ കോൺഗ്രസിൽ വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഹരിയാനയിൽ. ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ വെല്ലുവിളി ഉയർത്തി രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഹൂഡ ഏകപക്ഷീയമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായ വിഭാഗങ്ങളോട് അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മറ്റും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതേസമയം തന്നെ ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം. അത് തന്നെയാണ്, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം ഹരിയാനയിലുള്ളത്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.